നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 181 181 ദ്വിതീയ സ്കന്ധത്തിലെ 8-ാം അധ്യായത്തിലെ 19-ാമത്തെ ശ്ലോകമാണ് ഇന്ന് പറയേണ്ടത്. തത്വാനാം പരിസംഖ്യാനാം ലക്ഷണം ഹേതുലക്ഷണം പുരുഷാരാധനവിധി രോഗസ്യാധ്യാത്മികസ്യ ജാം. തത്വാനാം പരിസംഖ്യാനാം ലക്ഷണം ഹേതുലക്ഷണം പുരുഷാരാധനവിധി രോഗസ്യാധ്യാത്മികസ്യ ജാം. ഇതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ തത്വങ്ങളുടെ ഗണന, അസാധാരണ ധർമ്മം, കാര്യകാരണ ലക്ഷണം, ഈശ്വരനെ പൂജിപ്പാനുള്ള നിയമം, പ്രകൃതിയിൽ നിന്ന് വേറിട്ടിരിക്കുന്ന ആത്മാവിനെ അറിവാൻ ഉപകരിക്കുന്ന യോഗത്തിൻ്റെ പ്രകാരം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രകൃതിയുടെ നിയന്താവും നിയാമകനാണ് ഈശ്വരൻ. പ്രകൃതിയുടെ നിയന്താവും നിയാമകനും. അപ്പോൾ പ്രകൃതിക്ക് മേലെയാണ്. ആ പ്രകൃതിക്ക് മേലെയുള്ള ഈശ്വരൻ ബ്രഹ്മം എന്ന സംജ്ഞയിൽ ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, മഹാവിഷ്ണു, പരമശിവൻ, ശക്തിസ്വരൂപിണി എന്ന നാമധേയങ്ങളിൽ അറിയപ്പെടുന്നുണ്ട്. അത് അന്തര്യാമിയായിട്ടും കൂടസ്ഥനായിട്ടും സർവജീവഗുഹാശയനായിട്ടും ഓരോ ജീവജാലങ്ങളുടെയും ഉള്ളിലാണ്. അതാണ് അദ്വൈത സിദ്ധാന്തം. പക്ഷേ നമ്മൾ കാലാകാലമായിട്ട് അദ്വൈതം എന്നുള്ളത് പേപ്പറിലുണ്ട്, പക്ഷെ ദ്വൈതം എന്നുള്ളതാണ് പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നത്. ഭക്തന് വേണ്ടി വേറൊരു കൂട്ടം ആൾക്കാർ ഭഗവാനെ പൂജിച്ചാൽ അത് ദ്വൈതേ ഉള്ളൂ, അദ്വൈതാവില്ല. അദ്വൈതമാണെങ്കിൽ അവരവരുടെ ആത്മീയ നിർവൃതി അവരവരുടെ ഉള്ളിലാണ്. തത്വമസി, അയമേവ ബ്രഹ്മം, പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, ആ മഹാവാക്യങ്ങളിൽ എത്തണം. അല്ലാത്തോടത്തോളം കാലം നരകം ഫലം. അപ്പോൾ ഇതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ പ്രകൃതി മുതലായ തത്വങ്ങളുടെ കണക്ക്, അവയുടെ ലക്ഷണം, കാര്യരൂപേണ പരിണമിച്ച തത്വങ്ങളുടെ ലക്ഷണം, ഈശ്വരനെ പൂജിപ്പാനുള്ള വിധി, പ്രകൃതി ഭിന്നനായ ആത്മാവിനെ അറിയുവാനുള്ള യോഗത്തിൻ്റെ വിധി. ആ പ്രകൃതി ഭിന്നനായ ആത്മാവിനെ അറിയുവാനുള്ള യോഗവിധി അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെരി സിമ്പിൾ. 1500 രൂപ കൊടുത്താൽ ഈ ഭാഗവതം മൂലഗ്രന്ഥത്തിൻ്റെ ആഖ്യാനം 8 വോളിയുള്ളത് കിട്ടും. അത് ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്, വരാതെ കണ്ടിരിക്കില്ല. ശരിക്ക് ഹിന്ദു സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന സമ്പന്നർ അവശ്യം മനസ്സിലാക്കേണ്ടത് ഈ ഭാഗവത തത്വങ്ങൾ സാധാരണക്കാരിൽ എത്തിക്കാനായിരിക്കണം. അത് ശാന്തിയും സമാധാനവും ഉണ്ടാക്കാൻ വളരെയധികം ഉപകരിക്കും എന്നുള്ളത് ഞാൻ ആണയിട്ട് സത്യം പറയുന്നു. അടുത്ത ശ്ലോകം 20. യോഗേശ്വരൈശ്വര്യഗതിർലിംഗഭംഗസ്തു യോഗിനാം വേദോപവേദധർമാണാം ഇതിഹാസപുരാണയോ. യോഗേശ്വര ഐശ്വര്യ ഗതിർലിംഗഭംഗസ്തു യോഗിനാം വേദോപദേവധർമാണാം ഇതിഹാസം പുരാണയോ. വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു. എന്താ? യോഗേശ്വരന്മാർക്ക് സിദ്ധിക്കുന്ന അണിമാദികളായ ഐശ്വര്യങ്ങളും അവയുടെ ഗതിയും, യോഗികളുടെ ലിംഗശരീരത്യാഗവും, വേദങ്ങൾ, ഉപവേദങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ ഇവയുടെയും ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ ഇവയുടെയും സ്വരൂപം അറിയാന്നുള്ളത് ഒരു മസ്റ്റാണ്. എങ്ങനെ? യോഗാഭ്യാസത്താൽ പ്രകാശിക്കുന്ന യോഗികളുടെ അണിമാദിസിദ്ധികളാൽ അവർക്ക് അനുഭവപ്പെടുന്നതായ സ്വച്ഛന്ത മരണം മുതലായ സിദ്ധികൾ. വിചാരിച്ച സമയത്ത് മരിക്കുക. യോഗികളുടെ ലിംഗശരീരനാശം, വേദങ്ങൾ, ഉപവേദങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ ഇവയുടെ സ്വരൂപം എന്താണ് എന്ന് നമ്മൾ അറിയണം. അടുത്ത ശ്ലോകം 21. സംഭവ സർവഭൂതാനാം വിക്രമപ്രതിസംക്രമ ഇഷ്ടാപൂർത്തസ്യ കാമ്യാനാം ത്രിവർഗസ്യാചയോ വിധി. എന്താ അത്?
സംഭവ സർവഭൂതാനാം വിക്രമപ്രതിസംക്രമ ഇഷ്ടാപൂർത്തസ്യ കാമ്യാനാം ത്രിവർഗസ്യ ചയോ വിധി. എന്താ അതിൻ്റെ വാക്കർത്ഥം പറയാം? ഭൂമിയാദി സകല ഭൂതങ്ങളുടെ സർവഭൂതാനാം, പഞ്ചമഹാഭൂതങ്ങളൊക്കെ അതിൽ പെട്ടു, എല്ലാ ജീവജാലങ്ങളും. ഭൂമിയാദി സകല ഭൂതങ്ങളുടെ ഉൽപ്പത്തി, സ്ഥിതി, ലയം, ഇഷ്ടം എന്ന് പറയപ്പെടുന്ന വൈദിക കർമ്മത്തിൻ്റെയും പൂർത്തമെന്ന് പറയപ്പെടുന്ന സ്മാർത്ഥ കർമ്മത്തിൻ്റെയും കാമ്യകർമ്മങ്ങളുടെയും 3 പുരുഷാർത്ഥത്തിൻ്റെയും സ്വരൂപനിർണയം പ്രകാരം എന്താണ് അറിയണം. പുരുഷാർത്ഥത്തിൻ്റെ ത്രിവർഗസ്യ 3 പുരുഷാർത്ഥം അതേതാ? ധർമ്മം, അർത്ഥം, കാമം. 4-മത്തേത് പറഞ്ഞിട്ടില്ല. ഈ 3 കൂടെ വേണം 4-മത്തേത് സംഭവിക്കാൻ. അതെന്താ? മോക്ഷം. അതാണ് ബ്രഹ്മാനുഭൂതി, ബ്രഹ്മായി തീരാ. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയുന്നത് സകല ഭൂതങ്ങളുടെയും ഉൽപ്പത്തി, സ്ഥിതി, ലയം ഇവകളുടെ സമ്പ്രദായം, വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ദേവയജനാദി കർമ്മങ്ങൾ, ദേവനെ പൂജിക്കാൻ ആരാധിക്കാനുള്ള കർമ്മങ്ങൾ, സ്മൃതികളിൽ പറഞ്ഞിരിക്കുന്ന അന്നദാനാദി കർമ്മങ്ങൾ, അത് നടക്കുന്നുണ്ട് പല ദിക്കിലും. പക്ഷെ വിശുപ്പ് അനുഭവിക്കുന്നവർക്കല്ല അന്നദാനം കിട്ടുന്നത്, സുഖലോലുപന്മാരായിട്ടുള്ളവർക്കാണ്. അത് പാടില്ല. ദരിദ്രരെ തിരഞ്ഞു പിടിച്ച് അവരുടെ വിശപ്പ് മാറ്റണം. അപ്പോഴാണ് ആ ദരിദ്രരുടെ ഉള്ളിലുള്ള ചൈതന്യം നമ്മളെ ബ്ലെസ് ചെയ്യുള്ളൂ. അപ്പോൾ അമ്പലങ്ങളിലെ വിശേഷേണ ഗ്രഹിക്കേണ്ടതായ വിഗ്രഹങ്ങൾക്ക് പ്രസാദങ്ങൾ ഉണ്ടാക്കി മാന്യന്മാർ അല്ലെങ്കിൽ സമ്പൽ സമർത്ഥന്മാരായിട്ടുള്ള ആൾക്കാർ ഗേറ്റ് അടച്ച് ഇലയിട്ട് ഊണ് കഴിക്കുന്നത് ഈശ്വര വിരോധം എന്നാണ് എൻ്റെ പരിഭാഷയിൽ ഞാൻ പറയാം, ഭാഗവതത്തിൻ്റെ മാധ്യമത്തിൽ കൂടി. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? അന്നദാനാദി കർമ്മങ്ങൾ, ഇവയിൽ കാമ്യങ്ങളായ അഗ്നിഹോത്രാദി കർമ്മങ്ങൾ. പക്ഷേ സനാതനധർമ്മത്തിൻ്റെ നാരായ പേര് എവിടെയാണ് കിടക്കുന്നത്? അഹിംസ പരമോ ധർമ്മ പ്ലസ് നിഷ്കാമകർമ്മം. പക്ഷേ ഇവിടെ കാമ്യാദികളിലല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിഷ്കാമകർമ്മത്തിലാണ്. അതാണ് ജൻസേവ, മാധവ സേവ എന്ന് പറയും. ജനങ്ങളെ സേവിക്കുക. അതിപ്പോഴത്തെ രാഷ്ട്രീയക്കാരെ പോലെ അല്ല കേട്ടോ. പ്ലീസ്, ഐ ഡോണ്ട് വാണ്ട് ടു ഹർട്ട് എനിബഡി. ഇറ്റ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. അപ്പോൾ ധർമ്മം, അർത്ഥം, കാമം എന്ന 3 പുരുഷാർത്ഥങ്ങളെ അനുഷ്ഠിക്കുവാനുള്ള വിധി അതേത് തരത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. 22-ാമത്തെ ശ്ലോകം. യശ്ചാനുശായിനാം സർഗപാഖണ്ഡസ്യ ച സംഭവാം ആത്മനോ ബന്ധമോക്ഷൗ ച വ്യവസ്ഥാനം സ്വരൂപത. അതാണ് ഏറ്റവും മേലെ. യശ്ചാനുശായിനാം സർഗപാഖണ്ഡസ്യ ച സംഭവ ആത്മനോ ബന്ധമോക്ഷൗ ച വ്യവസ്ഥാനാം സ്വരൂപതാം. കർമ്മശേഷത്തോടുകൂടെ പരലോകത്തിൽ നിന്ന് ഭൂലോകത്തിലേക്ക് വരുന്ന ജീവന്മാരുടെ ഉദ്ഭവം, വേദവിരുദ്ധമായ ധർമ്മത്തിൻ്റെ ഉത്ഭവം, ജീവൻ്റെ ബന്ധവും മോക്ഷവും, മുക്തി കിട്ടുന്ന സമയത്തിൽ സ്വരൂപം മാത്രമായിരിക്കുന്ന നിലയും. സ്വരൂപം മാത്രം എന്ന് പറഞ്ഞാൽ ജ്ഞാനസ്വരൂപം. അജ്ഞാനത്തിന് എന്താ രൂപമുള്ളത്? അതാണ് നിരാകാരം, അതാണ് ബ്രഹ്മം, അതാണ് എൻ്റെ നിങ്ങളുടെ ഉള്ളിലുള്ളത്. മലിനോപാധികളായ ജീവന്മാരുടെ ഉൽപ്പത്തി, മലിനോപാധികളായ ജീവന്മാർ തരം താണവരെ നടത്തും. ജാതിയിലല്ല, സ്വഭാവത്തിൽ. പാഖണ്ഡധർമ്മത്തിൻ്റെ ഉത്ഭവം, ജീവനുള്ള ബന്ധവും മോക്ഷവും. ആ ജീവൻ മുക്തനാകുമ്പോൾ സ്വരൂപത്തോടു കൂടിയിരിക്കുന്ന നില. ഇനി 23-ാമത്തെ ശ്ലോകം പറയുന്നു. യഥാ ആത്മതന്ത്രോ ഭഗവാൻ വിക്രീഡത്യ ആത്മമായയാ വിസൃജ്യവാ യഥാ മായാം ഉദാസ്തേ സാക്ഷിവത് വിഭു. യഥാ ആത്മതന്ത്രോ ഭഗവാൻ വിക്രീഡത്യാത്മമായയാ വിസൃജ്യവാ യഥാ മായാമുദാസ്തേ സാക്ഷിവത് വിഭു. സ്വതന്ത്രനായ ഈശ്വരൻ
തൻ്റെ മായയോടുകൂടെ ഏതു വിധത്തിൽ ലീലയാടുന്നു. മായയെ വിട്ടിട്ട് ഈശ്വരൻ സാക്ഷിയെപ്പോലെ ഏതു വിധമാണ് ഉദാസീനനായിരിക്കുന്നത്? ഒരു ചോദ്യമാണത്. ഭഗവാൻ നമ്മൾക്ക് വേണ്ടി ഒന്നും ചെയ്യണില്ല, ഭഗവാൻ നമുക്ക് എതിരായിട്ട് ഒന്നും ചെയ്യണില്ല എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഭഗവാൻ സാക്ഷി രൂപത്തിലിരിക്കണം. ഞാനും നിങ്ങളും അനവരതം കാട്ടിക്കൂട്ടുന്ന പാപപുണ്യങ്ങളുടെ തോതനുസരിച്ചിട്ടുള്ള കർമ്മഫലങ്ങൾ നമ്മളെ പ്രാപിപ്പിക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പം ഞാനും നിങ്ങളും ചെയ്യുന്ന ഏത് തരത്തിലുള്ള ഏടാകൂടങ്ങളാണെങ്കിലും അവരവരുടെ ഹൃദയപത്മത്തിൽ നിവസിക്കുന്ന ബ്രഹ്മസ്വരൂപമായ ജീവനാണ് അത് നോട്ട് ചെയ്യണത്. അതല്ലാതെ കണ്ടാക്കാൻ ഒരു തന്ത്രിമുഖ്യനും ഒരു ഗണികനും പറ്റില്ല. ഇതാണ് ജ്ഞാനസ്വരൂപനായ ബ്രഹ്മത്തെ അറിയാന്നുള്ളത്. കുറച്ച് പണിയുണ്ട്. വെള്ളം കോരാതെ കണ്ട് പാടം നനയ്ക്കാൻ പറ്റില്ലല്ലോ, അല്ലേ? തേവണം. ഇപ്പം മോട്ടോറാണെന്നുള്ള വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പോൾ പറയണു, സ്വതന്ത്രനും പ്രഭുവുമായ ഭഗവാൻ തൻ്റെ മായയെ കൊണ്ട് ഏതുവിധം കളിക്കുന്നു. പ്രളയത്തിൽ മായയെ ഉപേക്ഷിച്ച് സാക്ഷി പോലെ ഇരിക്കുന്നത് ഏതുവിധം? 24-ാമത്തെ ശ്ലോകം. സർവം ഏതശ്ച ഭഗവാൻ പൃച്ഛതേ മേ അനുപൂർവശ തത്തതോ അർഹസ്യ ഉദാഹർത്തും പ്രപന്നായ മഹാമുനേ. സർവമേതശ്ച ഭഗവാൻ പൃച്ഛതേ മേ അനുപൂർവശ തത്തതോ അർഹസ്യുദാഹർത്തും പ്രപന്നായ മഹാമുനേ. ഇതിനെയെല്ലാം അല്ലയോ ഭഗവാനെ മഹാനായ മനനശീല, ഓരോരുത്തരും ചെയ്യുന്ന കർമ്മങ്ങളെ മനനം ചെയ്യാണ് ഭഗവാനെ. എന്നിട്ട് നെല്ലും പതിരും വേറെ ആക്കിയിട്ട് നെല്ലിനുള്ള ഗുണവും പതിരിനുള്ള ദോഷവും നമുക്ക് തരും. അപ്പോൾ ശരണം പ്രാപിച്ച് ചോദിക്കുന്ന എന്നോട് ക്രമത്തിൽ പരമാർത്ഥമായി പറവാനായിക്കൊണ്ട് അങ്ങ് അറിയിക്കുന്നു. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം പറയുമ്പോൾ, ജ്ഞാനപരിപൂർണനായ ഹേ മുനെ, ഭഗവാന്റെ ഗുണമാണല്ലോ ഭക്തന് കിട്ടേണ്ടത്. അപ്പോൾ ജ്ഞാനപരിപൂർണനായ ഹേ മുനെ, പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം എടുത്താൽ അവശേഷിക്കുന്നത് പൂർണ്ണം, അതാണ് പ്രമാണം ഇവിടെ. ജ്ഞാനപരിപൂർണനായ ഹേ മുനെ, അങ്ങയെ ശരണം പ്രാപിച്ചവനും ചോദ്യം ചെയ്യുന്നവനുമായ എന്നോട് ഇവയെല്ലാം ക്രമമായും പരമാർത്ഥമായും അരുളി ചെയ്യണമെന്ന് പറഞ്ഞു. ഈ ക്രമമായും പരമാർത്ഥമായും അരുളി ചെയ്ത് എന്താണെന്ന് അറിയാണ്ടാണ് നമ്മൾ ഭാഗവതത്തിനെ തലയിൽ വെച്ച് നടക്കുന്നത്. സപ്താഹം സപ്താഹം സപ്താഹം. സത്യം പറഞ്ഞാൽ വേദനാജനകമാണ് നമ്മുടെ ഔട്ട്കം. പ്രയോഗശാസ്ത്രത്തിൽ ഒരു സപ്താഹം കഴിഞ്ഞാൽ ആർക്കാണ് ഗുണം? ഭക്തന്മാർ പോയി ഊണ് കഴിച്ചത് ഗുണം, അത്ര ഞാൻ പറയുള്ളൂ. എന്ത് മനസ്സിലാക്കി? കുമ്മി അടിക്കേണ്ടതാണോ ഭാഗവതം? ഉണ്ണിയൂട്ട് ചെയ്യേണ്ടതാണോ ഭാഗവതം? നാരങ്ങ വിളക്ക് വെക്കേണ്ടതാണോ ഭാഗവതം? അല്ല അല്ല അല്ല. ഈശ്വരനെ അനുമോദിക്കാൻ പഠിപ്പിക്കണം, ഈശ്വരനെ അനുകരിക്കാൻ പഠിപ്പിക്കരുത്. ദൃക്കിനെ അനുസന്ധാനം ചെയ്യൂ, ദൃശ്യത്തിൽ ഭ്രമിക്കരുത്. താല്പര്യമുള്ളവർ ചോദിച്ചാൽ ഞാൻ വിസ്തരിച്ച് പറഞ്ഞു തരാം. എന്ത് കാര്യം? ദിസ് ഈസ് മൈ ഫോർട്ട്. പ്രഭാഷണം, ഈശ്വരീയത. ഞാൻ അതിൻ്റെ പിൻബലത്തിൽ ട്രാൻസ്പാരൻ്റായിട്ട് ധവളപത്രത്തിൽ ജീവിച്ചു വന്നൊരാളാണ്. ഭക്തിയുടെ ഒരു കാപ്പട്ടിയും എന്നെ മയക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ സ്വയം അതിൽ നിന്നെല്ലാം പിൻവലിച്ചിട്ടുള്ള ആളാണ്. സമ്പത്തല്ല എൻ്റെ പ്രശ്നം, എൻ്റെ അറിവ് ആണ് എൻ്റെ സമ്പത്ത്. ആ അറിവ് എനിക്ക് ഈശ്വരൻ തന്നിട്ടുള്ളതാണ്. അതിനെ ഞാൻ വിറ്റ് തിന്നാൻ ഉദ്ദേശിക്കണമില്ല. അപ്പോൾ എന്തായി? അപ്പോൾ അതെ, ക്രമമായും അരുളി ചെയ്യണമെന്ന് പറഞ്ഞു.
ഇനി 25-ാമത്തെ ശ്ലോകം. അത്ര പ്രമാണം ഹി ഭവാൻ പരമേഷ്ടി യഥാ ആത്മഭൂ പരേ ച ഇഹാനുതിഷ്ഠന്തി പൂർവേഷാം പൂർവജൈകൃതം. അത്ര പ്രമാണം ഹി ഭവാൻ പരമേഷ്ടി യഥാ ആത്മഭൂ പരേ ച ഇഹാനുതിഷ്ഠന്തി പൂർവേഷാം പൂർവജൈകൃതം. നിന്തിരുവടി ഇതിൽ സത്യലോകസ്ഥാനത്തിലിരിക്കുന്ന ബ്രഹ്മാവെന്ന പോലെ നന്നായി അറിഞ്ഞവനാകുന്നുവല്ലോ. ഇവിടെയുള്ള മറ്റുള്ളവർ പുരാതന കാലത്തുണ്ടായിരുന്നവരുടെ പൂർവകാലത്തിലുണ്ടായവരാൽ ചെയ്യപ്പെട്ടതിനെ അനുസരിച്ച് ചെയ്യുന്നു. അതായത് പൂർവീകർ എന്നല്ല പറഞ്ഞത്, പൂർവീകരുടെയും പൂർവജന്മാര്. അതാണ് പൂർവകാലത്തിലുണ്ടായവരാൽ ചെയ്യപ്പെട്ടതിനെ അനുസരിച്ച് നമ്മൾ ജീവിക്കണം എന്നർത്ഥം. അപ്പോൾ പരമ്പരാഗതമായ ഒരു ശൈലിയെയും നമ്മൾ മാറ്റരുത്. എനിക്ക് വളരെ ദുഃഖം ഉണ്ടാക്കണ കാരണം എന്താ, എല്ലാം പറയണു. എന്താ പറഞ്ഞത്? ശങ്കരാചാര്യരാണ് ഗുരുവായൂർ അമ്പലത്തിലത്തെ പൂജാവിധികളെ, ഇന്ന് കാണുന്ന പൂജാദികളെ നിയമിച്ചിട്ടുള്ളത്. അപ്പോൾ ഏകാദശി വിളക്ക് ദിവസം നടത്തേണ്ട ഉദയാസ്തമന പൂജ മാറ്റിയത് ശങ്കരാചാര്യർ പറഞ്ഞിട്ടാണോ? മറുപടി പറയണം. ശങ്കരാചാര്യനെ പഴി പറയരുത്. എൻ്റെ അനുമാനം വെച്ച് അദ്ദേഹം 7th സെഞ്ച്വറിയിൽ ഏകദേശം അല്ലേ എന്താണ് പറയുക, AD 700-ാം ശതകത്തിലാണ്. ഇപ്പോൾ 2024 2024 എന്ന് പറയുമ്പോൾ 24 അവിടെ നിൽക്കട്ടെ, ബാക്കി 1300-ഉം ഈ 24 വർഷങ്ങൾ മുമ്പുണ്ടായതാണ് ശങ്കരാചാര്യർ. അന്ന് ഇത്രയൊക്കെ ചുറ്റുവട്ടങ്ങൾ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിനെ പരിഹസിക്കുന്ന കൂട്ടത്തിലായിരിക്കും. പ്രൊഫഷയിലെ എന്തൊക്കെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഭാവാർത്ഥം പറയാം. ഇവയെ നിന്തിരുവടി ആത്മാവായ ശ്രീനാരായണനിൽ നിന്നുണ്ടായ ബ്രഹ്മാവെന്ന പോലെ നന്നായി അറിഞ്ഞിരിക്കുന്നു. നിന്തിരുവടിയെ കൂടാതെ ഈ സദസ്സിലിരിക്കുന്ന മറ്റുള്ളവർ പണ്ടുള്ളവരിൽ വെച്ചും പണ്ടുള്ളവർ ചെയ്തതിനെ അനുസരിച്ച് ചെയ്യുന്നവർ മാത്രമല്ലാതെ സമ്പ്രദായക്രമത്തിൽ അറിഞ്ഞവരല്ല. അങ്ങാകട്ടെ ബ്രഹ്മാവ് നാരദനും നാരദർ വ്യാസർക്കും വ്യാസർ അങ്ങയ്ക്കും ഉപദേശിച്ചിരിക്കയാൽ സമ്പ്രദായാഗതമായ ജ്ഞാനമുണ്ടെന്ന് സാരം. കുറേ കാലം കഴിയുമ്പോൾ ഇതൊക്കെ താറുമാറാവുന്ന പറഞ്ഞതേ. അപ്പം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത് ഇതിൻ്റെ ഭാഗത്തിലാണ്. ഏത്? ഈ ഭാഗവതം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അങ്ങാകട്ടെ ബ്രഹ്മാവ് നാരദനും നാരദൻ വ്യാസർക്കും വ്യാസർ അങ്ങയ്ക്കും ഉപദേശിച്ചിരിക്കയാൽ സമ്പ്രദായാഗതമായ ജ്ഞാനമുണ്ടെന്ന് സാരം. പിന്നെ ഉള്ളതൊന്നും സമ്പ്രദായത്തിലുള്ളതല്ല. ഉണ്ണി ഒട്ടും അല്ലെങ്കിൽ പിന്നെ രുക്മിണി സ്വയംവരും നാദസ്വരൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ എന്താണ് പറയുക, 26-ാമത്തെ ശ്ലോകം പറയണു. നമേ അസവ പരായന്തി ബ്രഹ്മന്നനശനാദമീ ബിപദോ അച്യുത പീയൂഷം. ഇത് ബ്രാൻഡി എവിടെ കിട്ടറിയില്ല. ബിപദോ അച്യുത പീയൂഷം. അച്യുതനാകുന്ന അമൃതരസം എവിടെ കിട്ടുക? അത് ബിപദോ കുടിക്കുമെന്നാണ് പറഞ്ഞതേ. തന്മുഖാബ്ജ വിനിസൃതം തമ്മുഖാബ്ജ വിനിസൃതം. അങ്ങയുടെ മുഖത്തിൽ നിന്ന് കിട്ടുന്ന അച്യുത പീയൂഷം എനിക്ക് കുടിക്കാൻ സാധിക്കുമെന്നാണ്. ഹേ സർവജ്ഞനായുള്ളവനെ,
അങ്ങയുടെ മുഖമാകുന്ന ചന്ദ്രനിൽ നിന്നൊഴുകുന്ന നാശരഹിതൻ്റെ കഥയാകുന്ന അമൃതത്തെ പാനം ചെയ്യുന്ന എൻ്റെ ഈ പ്രാണങ്ങൾ ഭക്ഷണമില്ലാത്തത് കൊണ്ട് വ്യാകുലപ്പെടുന്നില്ല. എനിക്ക് ക്ഷീണമുണ്ടെന്ന് വിചാരിക്കരുത്, ക്ഷീണമില്ല എന്നാണ് പറഞ്ഞത്. കാരണം എന്താ? അച്യുത പീയൂഷം, അച്യുത പീയൂഷം. ഇനി അതിൻ്റെ ഭാവാർത്ഥം: ഹേ ബ്രഹ്മർഷേ, അങ്ങയുടെ മുഖമാകുന്ന ചന്ദ്രനിൽ നിന്നൊഴുകുന്ന ശ്രീഹരികീർത്തിയാകുന്ന അമൃതത്തെ പാനം ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രാണങ്ങൾ ഭക്ഷണമില്ലാത്തത് കൊണ്ട് വ്യാകുലത്തെ പ്രാപിക്കുന്നില്ല. എനിക്ക് അതൊരു വിഷമമില്ല. ആസന്ന മൃത്യുവായ ഞാൻ കഥ കേൾപ്പാൻ തക്ക മനഃശക്തിയുള്ളവനെന്നുള്ള വിചാരം അങ്ങക്ക് ഉണ്ടാകാതിരിക്കണം എന്ന് സാരം. ഇന്നിപ്പോൾ ഗുരുവായൂർ ഏകാദശിയാണ്. ഇന്നത്തെ ഡേറ്റ് അല്ലേ? ഡേറ്റ് 11/12/2024. പക്ഷേ ഇത് ഞാൻ ഏറി ചെയ്യുന്നത് നാളെ കാലത്താണ്. ഞാനിപ്പോൾ സമയം 8 മണിയായി, രാത്രി 8 മണിയായി. പക്ഷേ ഇന്ന് കാലത്ത് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ മുൻഭാഗം. അത് ഇന്ന് കാലത്ത് ഏറെ ചെയ്തിട്ടുള്ളതാണ്. അതിൽ ഞാൻ ഈ ഗുരുവായൂർ ഏകാദശിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തൻ മുഖാബ്ജ വിനിസൃതം എന്നതിന് അന്യത്ര കുപിതാ ദ്വിജാത് എന്ന പാഠാന്തരം, ദ്വിജകുമാരൻ്റെ ശാപം ഫലിക്കുന്നത് വരെ എന്നർത്ഥം. തക്ഷകൻ കടിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് മോക്ഷം കിട്ടണം. എൻ്റെ ശരീരത്തെ കടിച്ചോട്ടെ, എൻ്റെ ആത്മാവിന് മുക്തി കിട്ടണമെന്നാണ് ഭാഗവതം പറയണത്. സുതാവാച 27ാമത്തെ ശ്ലോകം. സ ഉപാമന്ത്രിതോ രാജ്ഞാ കഥയാം ഇതി സപ്തതേ ബ്രഹ്മരാധോ വൃഷം പ്രീതോ വിഷ്ണുരാധേന സംസദി. സ ഉപാമന്ത്രിതോ രാജ്ഞാ കഥായാം ഇതി സപ്തതേ ബ്രഹ്മരാധോ വൃഷം പ്രീതോ വിഷ്ണുരാധേന സംസദി. സത്തുക്കളുടെ പാലകനായ ഭഗവാൻ, സത്തുക്കളുടെ പാലകനായ ഭഗവാന്റെ കഥയിൽ പരീക്ഷിത്തു രാജാവിനാൽ സദസ്സിൽ ഇപ്രകാരം ചോദിക്കപ്പെട്ടു. ആ ശുകമുനി ഏറ്റവും സന്തുഷ്ടനായി. നല്ല ചോദ്യങ്ങൾ വന്നാൽ വക്താക്കൾക്ക് ഉന്മേഷമായി. വക്താക്കൾ പറയുന്നത് ശ്രോതാക്കൾ ഏറ്റുപിടിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ അച്യുത പീയൂഷം ഉറപ്പായി. അച്യുത പീയൂഷം, ആ വാക്ക് മറക്കണ്ട. കോട്ടക്കലാരി വാദ്യശാലയിൽ പോയി ചോദിക്കരുത് കേട്ടോ, അച്യുത പീയൂഷം ഉണ്ടോ ചോദിക്കരുത്. ഭാഗവതമാണ് അച്യുത പീയൂഷം എന്ന് പറഞ്ഞാൽ. ഇതിലെ തത്വശാസ്ത്രങ്ങൾ, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, ഇതിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടിട്ട് ഭാഗവതം പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ പിന്നെ സൂതൻ പറഞ്ഞു, ഇപ്രകാരം സത്തുക്കളുടെ പാലകനായ ഭഗവാന്റെ കഥയിൽ വിഷ്ണുവിനാൽ സംരക്ഷിക്കപ്പെട്ട പരീക്ഷിത്ത് മഹാരാജാവിനാൽ പ്രാർത്ഥിക്കപ്പെട്ട ശ്രീ ശുക ബ്രഹ്മർഷി സഭയിൽ സന്തുഷ്ടനായി ഭവിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി 28ഉം 29ഉം ശ്ലോകമേ ഉള്ളൂ ഈ 8ാമത്തെ അധ്യായത്തിലെ ദ്വിതീയ സ്കന്ധത്തിൽ. അത് മുഴുവൻ പറയാം, രണ്ടും കൂടി പറഞ്ഞിട്ട് നിർത്താം. 28ാമത്തെ ശ്ലോകം. ആഹ ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം ബ്രഹ്മണേ ഭഗവത് പ്രോക്തം ബ്രഹ്മകൽപ്പ ഉപാഗതേ. ആഹ ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം ബ്രഹ്മണേ ഭഗവത് പ്രോക്തം ബ്രഹ്മകൽപ്പ ഉപാഗതേ. എന്താ അതിന് വാക്കർത്ഥം പറയാം? ബ്രഹ്മകൽപ്പം സംപ്രാപ്തമായ കാലത്തിൽ ബ്രഹ്മാവിനായി കൊണ്ട് ഭഗവാനാൽ പറയപ്പെട്ടതും, ആദ്യം ഭഗവാൻ ബ്രഹ്മാവിനെ പറഞ്ഞു കൊടുത്തത്, വേദതുല്യവുമായ ഭാഗവതം എന്ന പേരായ പുരാണത്തെ പറഞ്ഞു. പിന്നെ ബ്രഹ്മാവ് നാരദന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അത്
അതെ, ബ്രഹ്മാവ് നാരദനും, നാരദർ വ്യാസർക്കും. അത് അതെ, അപ്പോൾ അത് പറയാം. അപ്പോൾ വേദത്തോട് തുല്യമായിരിക്കുന്നതും ഭഗവാൻ ശ്രീഹരി, വേദത്തോട് തുല്യമായി. അപ്പോൾ വേദം പഠിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അതിനൊക്കെ നമ്മൾ ആരോടാ നന്ദി പറയേണ്ടത്? പണ്ഡിറ്റ് ഗോപാലൻ നായർ അദ്ദേഹത്തിനോട്. ഈ ഒരു ഗ്രന്ഥം ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് അദ്ദേഹം സമർപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്നെപ്പോലെ തലപഞ്ചാമരമായിട്ടുള്ള ആൾക്കാർക്കും പൂണൂലില്ലാതെ കണ്ട് സംസ്കൃതം പഠിക്കാൻ സമ്മതിക്കാത്തൊരു കാലം ഉണ്ടായിരുന്നു കേരളത്തിൽ. സവർണർക്ക് മാത്രം. ഇത് മനസ്സിലാവണമെങ്കിൽ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ജീവചരിത്രം പഠിക്കണം. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ജീവചരിത്രത്തിൽ പറയണു, അദ്ദേഹത്തിൻ്റെ അച്ഛൻ എണ്ണം പറഞ്ഞ ആസ്ട്രോളജിക്കൽ വിവരമുള്ള ഒരാളായിരുന്നു അദ്ദേഹം, നമ്പൂതിരി. അദ്ദേഹം കൂടി പറഞ്ഞത് കേരളത്തിൽ നിന്ന് വിട്ട് തമിഴ്നാട്ടിലേക്ക് പോയിക്കോളെ, അവിടെ പണ്ഡിതന്മാരുണ്ട്, അവർ ബ്രാഹ്മണനെന്നോ അല്ലെങ്കിൽ സവർണരെന്നോ അവർണരെന്നുള്ള വ്യത്യാസമില്ലാണ്ട് സംസ്കൃതം പറഞ്ഞു തരും എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാശൊക്കെ സംഘടിപ്പിച്ച് തമിഴ്നാട്ടിൽ നിന്നാണ് എഴുത്തച്ഛൻ സംസ്കൃതം പഠിച്ചത്, അധ്യാത്മരാമായണം എഴുതിയത്. പിന്നെ സന്യാസം സ്വീകരിക്കാനും തമിഴ്നാട്ടിൽ പോണ്ടി വന്നു. അപ്പോൾ കേരളത്തിലെ തത്വചിന്തകന്മാർ എന്ന് സ്വയം അഭിമാനിക്കുന്ന സവർണർ ഒരു 10-70 കൊല്ലം വരെ മഹാമോശ സമ്പ്രദായക്കാരായിരുന്നു, പറയാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ കൊല്ലങ്കോട് എന്താ പറയുക, പണ്ഡിറ്റ് ഗോപാലൻ നായർ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രതിമയൊക്കെ ഉണ്ടാക്കി ഒരു അമ്പലം ഉണ്ടാക്കണം. എന്താ പ്രശ്നം? എനിക്ക് താല്പര്യമുണ്ട്. എനിക്ക് യൂട്യൂബ് കൂടെ, ഇനി അങ്ങനെ പറയാം, ഇപ്പോൾ യൂട്യൂബ് നടത്തുന്നുണ്ട് ഞാൻ, അത് റീച്ച് ആവണില്ല. അതിൽ നിന്ന് വല്ലതും 10 റുപ്യ കിട്ടിയാൽ പണ്ഡിറ്റ് ഗോപാലൻ നായരുടെ ഒരു പ്രതിമ ഉണ്ടാക്കി ഞാൻ എൻ്റെ വീട്ടിൽ പ്രതിഷ്ഠിക്കും. അങ്ങനെയാണ്. അത്ര എനിക്ക് അദ്ദേഹത്തിനോട് കടപ്പാടുണ്ട്. ഞാനൊരു പ്രൊഫഷണൽ ആചാര്യനല്ല. എൻ്റെ ഗുരുനാഥൻ എന്നോട് അമേച്ചറായിട്ട് നിൽക്കാനാണ് പറഞ്ഞത്. എന്നിട്ടും എനിക്ക് അദ്ദേഹം ഇങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ മൂലം ഭാഗവതം നമ്മളെങ്ങനെ പറയും? ഞാൻ എങ്ങനെ ക്ലാസ് എടുക്കും? പറഞ്ഞേ. അപ്പോൾ വേദത്തോട് തുല്യമായിരിക്കുന്നതും ഭഗവാൻ ശ്രീഹരി സൃഷ്ടിയുടെ ആരംഭകാലമായ ബ്രഹ്മകൽപ്പത്തിൽ ബ്രഹ്മാവിനും, ബ്രഹ്മാവ് നാരദനും, നാരദർ വ്യാസർക്കും, വ്യാസർ ശ്രീ ശുഗനും ഉപദേശിച്ചതുമായ ഭാഗവതം എന്നു പേരായ പുരാണത്തെ പരീക്ഷിത്ത് മഹാരാജാവിനെ സദസ്സിൽ വെച്ച് ശുഗബ്രഹ്മർഷി കേൾപ്പിച്ചു. ഇനി അതിൽ അവസാനത്തെ ശ്ലോകം 29. യദ്യൽ പരീക്ഷിത് ഋഷഭ പാണ്ഡുവനാം അനുപൃച്ഛതി അനുപൂർവേണ തൽ സർവാം ആഖ്യാതം ഉപചക്രമേ. യദ്യൽ പരീക്ഷിത് ഋഷഭ പാണ്ഡുവനാം അനുപൃച്ഛതി അനുപൂർവേണ തത് സർവാം ആഖ്യാതും ഉപചക്രമേ. പാണ്ഡുക്കളിൽ ശ്രേഷ്ഠനായ പരീക്ഷിത്ത്, അതായത് മധ്യമ പാണ്ഡവനായ അർജുനന് ഉണ്ടായ മകൻ അഭിമന്യു, സുഭദ്രയിൽ. ആ അഭിമന്യുവിന് ഉത്തരയിൽ ഉണ്ടായ മകനാണ് പരീക്ഷിത്ത് മഹാരാജാവ്. അപ്പോൾ പാണ്ഡുക്കളിൽ ശ്രേഷ്ഠനായ പരീക്ഷിത്ത് യാതൊന്നിനെ
യാതൊന്നിനെ ക്രമത്തിൽ ചോദിച്ചുവോ? ആരോട്? സുഖബ്രഹ്മർഷിയോട്. അതിനെ എല്ലാം ചോദ്യക്രമത്തെ അനുസരിച്ചുകൊണ്ട് പറയുവാൻ ആരംഭിച്ചു സുഖബ്രഹ്മർഷി. പാണ്ഡുവംശത്തിൽ ജനിച്ചവരിൽ വെച്ച് ഉത്കൃഷ്ടനായ പരീക്ഷിത് മഹാരാജാവ് ഏതേതു വിഷയങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്തുവോ അവയെല്ലാം ക്രമത്തിൽ പറവാനായിക്കൊണ്ട് ശുകമുനി ആരംഭിച്ചു. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദ്വിതീയസ്കന്ധേ മനന നിരൂപണ പ്രകരണേ ശങ്കാനിരൂപണം നാമ അഷ്ടമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇവിടെ നമ്മൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാം ഇന്നത്തെ. അപ്പോൾ ഇന്ന് തീയതി 11/12/24. ഇന്ന് ബുധനാഴ്ച, വെഡ്നെസ്ഡേ. എന്താണ് പറയുക, ഗുരുവായൂർ ഏകാദശി എന്ന് എഴുതണം. എന്നാലല്ലേ ഇത് ആരുടെ കയ്യിലാണ് ഇത് കിട്ടുക അറിയില്ലല്ലോ. ഗുരുവായൂർ ഏകാദശി. അപ്പോൾ നാളെ നമ്മൾക്ക് ദ്വിതീയ സ്കന്ധത്തിലെ 9-ാം അധ്യായം പറയാം. ഭാഗം 182 നാളെ. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതോടുകൂടി ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും ഉദ്ബോധിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.